10 വർഷം ഗോകുലിന്റെ ഭാര്യ സമൃദ്ധിയായി എനിക്ക് ജീവിക്കേണ്ടി വന്നത് എന്റെ ദൗർഭാഗ്യം കൊണ്ട്. ആശ്രമത്തിൽ വെച്ച് ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ആൾമാറാട്ടം തുടർന്നത്? എന്റെ സച്ചേട്ടന് വേണ്ടി, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം സച്ചി തീർത്തേക്കണം. അവളെ തീർക്കാനുള്ള വഴി അന്വേഷിച്ച് ഞാൻ അവളോട് സൗഹൃദം നടിച്ച് ആ വീടിനകത്ത് കയറി. ഇപ്പോ അവൾ എന്റെ കയ്യിലെ കളിപ്പാവയാ. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. ആശ്രമത്തിൽ വെച്ച് എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഞാൻ സച്ചേട്ടനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ സച്ചേട്ടനെ ഇല്ലാതാക്കാനും കുടുംബത്തെ നശിപ്പിക്കാനും അവന്തിക ഏതറ്റം വരെയും പോവുമായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ആ കാരണം ഗോകുലായിരുന്നു. കഴിഞ്ഞ 10 വർഷം സ്നേഹത്തിന്റെയും കരുതലിന്റെയും തണലായി എന്നെ സ്നേഹിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബം, സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം. പെട്ടെന്നൊരു ദിവസം ഞാൻ ഗോകുലിനെ ഉപേക്ഷിച്ച് പോയാ ഗോകുല് തകർന്നു പോകുമെന്ന് എനിക്കറിയായിരുന്നു. ഗോകുൽ സാറിനോടെങ്കിലും സത്യം പറയാറുന്നില്ലേ? ഇത്രയും നാളും ആ പാവത്തിനൊരു വിട്ടിയാക്കിയില്ലേ? ഞാൻ പറയാൻ ശ്രമിച്ചതാണ് ആരതി. പക്ഷെ അപ്പോഴാ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഗോകുൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന്. ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ഗോകുൽ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഗോകുലിനെ ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന നിമിഷം ഗോകുലിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. തകർന്നു പോകുന്ന ഗോകുല് ജീവിതം തന്നെ അവസാനിപ്പിച്ച പിന്നെ എനിക്കെങ്ങനെയാ സച്ചേട്ടന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക? സച്ചേട്ടനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പോ ആരതിക്ക് മാത്രമേ കഴിയൂ. ആരതി, കുറച്ചു നാളുകൂടി എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗൂഗിളിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. എന്റെ സഹോദരിയെ പോലെ കരുതി ഞാൻ പറയാം, എന്നെ സഹായിക്കണം. എനിക്ക് അർച്ചനയെ മനസ്സിലാവും, അർച്ചനയുടെ വിഷമവും മനസ്സിലാവും. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ തുറന്നു പറച്ചിൽ നന്നായി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇല്ല, ഇനി ഞാനത് പറയുന്നില്ല. അർച്ചന സമാധാനമായിട്ട് പൊക്കോ. എന്നിൽ നിന്ന് ഈ രഹസ്യം മറ്റാരും അറിയില്ല. അർച്ചന, മനസാക്ഷി ഉണ്ടെങ്കിൽ നെഞ്ചി തട്ടി ഇപ്പൊ എന്നോട് പറഞ്ഞതെങ്കിൽ ഇനി സച്ച് ചെയ്തപോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടരുത്. സച്ചേട്ടൻ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പൊ ആരതിയാ. എന്നാ ആരതി ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ സ്നേഹിക്കാനോ സച്ചേട്ടൻ ഈ ജന്മത്ത് കഴിയില്ല. സച്ചേട്ടൻ എന്റേതാ, എന്റേത് മാത്രം. വക്കീലെന്താ ഫോൺ എടുക്കത്തെ? അമ്മ ഇനി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വക്കീലിനോട് സംസാരിച്ചോ? അതോ ഇനി
പനിയോ മറ്റോ ഒന്ന് വയ്യാതെ കിടക്കുകയാണോ? സച്ചിയോടൊപ്പമുള്ള എന്റെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കോ? ഇനി മുതൽ സച്ചിക്കും അർച്ചനയ്ക്കും ഇടയിൽ ഞാൻ വേറെ ഒരു അപരിചിത മാത്രോ? എന്റെ മനസ്സിൽ നിന്ന് സച്ചിയെ പറിച്ചു മാറ്റുന്നത് വലിയ വേദന തന്നെയാ. പക്ഷെ സച്ചിക്കല്ല അർച്ചനയാ. അർച്ചനയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവർക്കിടയിൽ എന്റെ നിഴല് പോലും ഉണ്ടാവാൻ പാടില്ല. അർച്ചനയ്ക്കും സച്ചിക്കും നല്ലത് മാത്രം വരട്ടെ.